Hello students, today we will see about okay so we have seen tools for structured SAT. These are the three tools: different charts, DFDs and system flowcharts. So today we will see about system flowcharts. So what is a system flowchart? A flowchart means flow of logic. It shows the flow of logic, and it also shows the programmer's logic of executing the solution, or for the what logic he has followed for solving the particular problem, that is flowchart. So it is a pictorial representation that uses predefined symbols to describe data flow as well as the logic flow of a computer. Okay. Flowchart helps the analyst to analyze existing systems, synthesize new systems, communicate with others. Okay. അപ്പോൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആയിട്ടും ഡിഫറൻസ് ഉണ്ട്. കാരണം ഡാറ്റ ഫ്ലോ ആണെങ്കിൽ ഇറ്റ് ഷോസ് ഓൺലി ദി ഫ്ലോ ഓഫ് ഡാറ്റ. ഇതാണെങ്കിൽ ഇറ്റ് ഷോസ് ദി ലോജിക് ഓഫ് ദി പ്രോഗ്രാം അലോങ് വിത്ത് ഡാറ്റ. അതായത് ഇപ്പോൾ എല്ലാ ഡാറ്റയും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് നമ്പർ നെയിം ഇൻപുട്ട് ചെയ്യണം. ഒരു കീബോർഡിനകത്ത് ഇൻപുട്ട് ക്ലാസ് നമ്പർ നെയിം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ DFD ആണെങ്കിൽ ചിലപ്പോൾ ലെവൽ 0 അല്ലെങ്കിൽ കോണ്ടാക്ട് ഡയറി ആണെങ്കിൽ DFD will be showing accept details. But in flowchart we need to describe what data is taken, input class number, input marks, എന്നിട്ട് what is the process done on this class number, what is the process done on this marks. ഈ മാർക്കിൻ്റെ കൂടെ 5 മാർക്ക് കൂട്ടുകയാണെങ്കിൽ മാർക്സ് ഈസ് ഈക്വൽ ടു മാർക്സ് പ്ലസ് 5. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോജിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഫ്ലോ ചാർട്ട് എന്നുള്ളത്. ഇറ്റ് ഹെൽപ്സ് ടു അനലൈസ് എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്. ഇപ്പോൾ സിസ്റ്റമാണെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റും. സിന്തസൈസ് മീൻസ് വി ക്യാൻ അനലൈസ് ആൻഡ് സിന്തസൈസ് ന്യൂ സിസ്റ്റംസ്. ദെൻ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഡെവലപ്പിംഗ് ന്യൂ സിസ്റ്റംസ് ഓൾസോ, സിന്തസൈസിങ് ന്യൂ സിസ്റ്റംസ്, analyzing current systems, and for communicating with the other systems or other users. Then flowchart symbol types. What are the symbols used in? Different types of symbols are used: basic symbols, flow lines and connectors, system symbols, then program flowcharting symbols, predefined process symbol, system flowcharting symbols, system symbols, and IBM. These are different types of symbols used in flowcharts. Normally we use basic symbols for drawing a flowchart, but these are some other types of symbols also used in flowchart. First we can see the IBM flowchart symbols, which are the flowchart symbols used by IBM. Okay, it includes symbols used only in system flowcharts. So it is a system flowchart. Those who used in computer program flowcharts and those used in both types. System flowchartനകത്തും കമ്പ്യൂട്ടർ പ്രോഗ്രാം ഫ്ലോചാർട്ടിനകത്തും. സിസ്റ്റം ഫ്ലോചാർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ഡേറ്റ കോമ്പിനേഷൻ ഉണ്ടാവും. കോമ്പിനേഷൻ ഓഫ് ഡേറ്റ അലോങ് വിത്ത് ലോജിക് ആണ് എന്ത് സിസ്റ്റം ഫ്ലോചാർട്ട് എന്നുള്ളത്. ഇതിനകത്ത് കണ്ടോ പ്രോസസ് ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഈസ് എ പാരലോഗ്രാം. ഡോക്യുമെന്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. സാധാരണ നമ്മൾ റാം ബേസ്ഡ് പ്രോഗ്രാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ what is RAM based program? RAM based program means values input ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു, പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പോൾ എവറിഥിങ് ഈസ് ലോസ്റ്റ്. ഓക്കെ, പ്രോഗ്രാം റണ്ണിങ് ആണെങ്കിൽ എവറിഥിങ് വിൽ ബി ഷോൺ. പ്രോഗ്രാം ക്ലോസ്ഡ് ആണെങ്കിൽ റാമിനകത്തുള്ള എല്ലാം ക്ലോസ് ആവുന്നു. അതാണെങ്കിൽ റാം ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ ദേ ആർ വോളറ്റൈൽ, ഓൾവേസ് വോളറ്റൈൽ. ഇൻപുട്ട് വാങ്ങിക്കുന്നു, ഔട്ട്പുട്ട് കാണിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഈസ് സ്റ്റോർഡ് നോവർ. അതാണെങ്കിൽ സിമ്പിൾ ഉണ്ടാവില്ല. പക്ഷെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഇഫ് വി ആർ റൈറ്റിംഗ് ദ ഔട്ട്പുട്ട് ടു എ ഡോക്യുമെന്റ്, അതായത് ഇതൊരു പെർമനന്റ് സ്റ്റോറേജിലേക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ റൈറ്റിംഗ് ഇറ്റ് ടു എ ഡോക്യുമെന്റ്,
we can use this symbol as document. Then a process called manual, a symbol on trapezium, okay, that is some intervention by the user. Okay, ഏതെങ്കിലും സമയത്ത് ഒരു മാനുവൽ ഇൻ്റർവെൻഷൻ വേണമെങ്കിൽ, ഓക്കെ, സംടൈംസ് ചിലപ്പോൾ ഒരു ലിവർ ഓൺ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ടോൾ പ്ലാസകളിൽ നമുക്കറിയാം എന്താണ്, കാറ് പോയി കഴിയുമ്പോഴത്തേക്കും press a button to the car, when they are validated they will press a button to open that crossbar. So that is a manual process. We need a manual intervention between the execution of the system. We will denote it using that symbol. Okay. Then communication link is shown using that. If it is a communication, that is long way communication. Okay. Then preparation, merge, sort, decision, tape, magnetic tape storage, then display. So these are different types of symbols. Punch tape, punch card. So these were used in earlier days to indicate this punch tape, punch card, etc., etc. And these are the symbols used by this IBM flowchart. Okay. And these are the basic symbols we are using while drawing the flowchart. So basic flowcharting symbols used to draw both systems and programming flowcharts. Process, input, output, connector. We know page connectors. For connecting from one page to another, we will be using these page connectors. Arrowheads are used for indicating the flow of the logic. Okay, so these are basic symbols. Then we use flow lines and connectors. Okay, as you know, we have flow lines to indicate the flow of the program logic. We can use these flow lines. Then these are some of the symbols for equipment. Classification, basic symbols, IBM symbols in different classification. Online storage symbol, offline storage. So these are two symbols for equipment. Some more specialized symbols, document, punch tape. ആദ്യം കാണിച്ച ഫിഗറിനകത്ത് കുറേശ്ശെ കാണിച്ചിരിക്കുകയാണ്, ഇങ്ങനെ കാറ്റഗറിക്കകത്താക്കി കാണിച്ചിരിക്കുകയാണ്. മാഗ്നറ്റിക് ഡ്രം, മാഗ്നറ്റിക് ഡിസ്ക്, ഡിസ്പ്ലേ, എക്സെട്ര എക്സെട്ര. സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സിംഗ് സിംബൽസ്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ടാവില്ല. മെർജിങ് ഒക്കെ കണ്ടു. മെർജ് മീൻസ് എന്താണ്, ഒരു ട്രയാങ്കിൾ കാണിച്ചിരിക്കുകയാണ്. മെർജ്, എക്സ്ട്രാക്ട്, കൊളൈറ്റ്, സോർട്ട്, അതെല്ലാം എന്താണ് ബൈ യൂസിങ് സിംബൽസ് ഇറ്റ് ഈസ് ഓൺലി ഷോയിങ്. അപ്പോൾ ഇത് ശരിക്കും സിസ്റ്റം ഫ്ലോ ചാർട്ടിൽ വരുന്നതാണ്. പ്രോഗ്രാം ഫ്ലോ ചാർട്ടിനേക്കാളും കംസ് ടു സിസ്റ്റം ഫ്ലോ ചാർട്ട്. സിസ്റ്റം ഫ്ലോ ചാർട്ട് ഈസ് സിമിലർ ടു DFD. സിമിലർ, നോട്ട് ഈക്വൽ, ഇറ്റ് ഈസ് സിമിലർ ടു DFD ബിക്കോസ് ആദ്യം പറഞ്ഞ പോലെ എന്താണ് എല്ലാ ഡീറ്റെയിൽസും ലെവൽ താഴേക്ക് വരുമ്പോഴാണ് DFDക്കകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ that is keying, merge, extract, collate, sort, etc. These are some of the specialized symbols. Then program flowcharting symbols, we have preparation, decision and terminal. Predefined process. For defining a function we use this type of symbols. The next is information oriented system flowcharts. അപ്പോൾ ഇതിനകത്ത് ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഇൻഫർമേഷൻ കൂടിയുണ്ട്. ഇറ്റ് യൂസസ് എ ഗ്രിഡ് സ്ട്രക്ചർ ടു ട്രേസ് ദി ഫ്ലോ ഓഫ് ഡാറ്റ. അപ്പോൾ ഇതിനകത്ത് സിസ്റ്റം ഫ്ലോ ചാർട്ട് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് സിമിലർ ടു DFD എന്ന് പറഞ്ഞു. അപ്പോൾ DFDക്കകത്ത് കാണിക്കുന്ന പോലെ എന്തുണ്ട്, ഫ്ലോ ഓഫ് ഡാറ്റയുടെ ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ഇറ്റ് യൂസസ് എ ഗ്രിഡ് സ്ട്രക്ചർ ടു ട്രേസ് ദി ഫ്ലോ ഓഫ് ഡാറ്റ, identifies input data and follow its flow until the output is produced. Identifies input data and follows its flow. ഒരു ഡാറ്റ ഫ്ലോ DFD ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ഇറ്റ് follow its flow until the output is produced. ഔട്ട്പുട്ട് വരുന്നത് ഇൻപുട്ട് ഡാറ്റ മുതൽ
അതിൻ്റെ കൂടെ ലോജിക്കും കാണിക്കുന്നു, അവസാനം ഔട്ട്പുട്ട് വരെയുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്ന ഇതാണ് ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം ഫ്ലോ ചാർട്ട്. നോട്ട് ബോദർ അബൌട്ട് പ്രോസസ്. അത് ഡീറ്റെയിൽഡ് പ്രോസസ്സിനെ കുറിച്ച് ആദ്യം കണ്ട പോലെ സോർട്ട് ആണെങ്കിൽ ജസ്റ്റ് സോർട്ട് മാത്രം കാണിക്കുള്ളൂ. സോർട്ടിങ്ങിൻ്റെ അൽഗോരിതം കാണിക്കില്ല. സോർട്ട് എന്നാണെങ്കിൽ സോർട്ടിൻ്റെ ആ ഒരു സിമ്പിൾ കാണിക്കും, ദാറ്റ് ഈസ് സോർട്ടിങ്. മെർജിങ് ആണെങ്കിൽ ഷോ സിമ്പിൾ ഓഫ് മെർജിങ്, ഇപ്പോൾ മെർജാണ്. ഓക്കെ. So some of the guidelines for drawing the IOS flowchart. Identify all groups or departments that are involved with the system and the names become the headings across the top of chart. Okay. Draw a symbol for each output of the system in the column that creates the output. Use document symbol for hard copy output and display. Okay, so draw a symbol for each output of the system in the column that creates the output. Use document symbol for hard copy output and display symbol for soft copy output. അപ്പോൾ രണ്ട് സിമ്പിൾസ് ആണ്, ഡോക്യുമെന്റ് സിമ്പിൾ ഫോർ പ്രിന്റിംഗ് ആൻഡ് ഡിസ്പ്ലേ സിമ്പിൾ ഫോർ മോണിറ്റർ ഔട്ട്പുട്ട്സ്. ഓക്കെ. ലാസ്റ്റ് ഭാഗം കണ്ടു. എംഫസിസ് ഓഫ് ദി ചാർട്ട് ഈസ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് നോട്ട് ഓൺ പ്രോസസ്. അപ്പോൾ പ്രോസസ്സിനകത്ത് ലെസ് ഇമ്പോർട്ടൻസ് ആയതുള്ളൂ, പക്ഷെ എന്താ പ്രോസസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എംഫസിസ് ഈസ് ഓൺ ദി ഇൻഫർമേഷൻ. ഓക്കെ. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതിൻ്റെ ഹെഡിങ്സ് നോക്കുക. കസ്റ്റമർ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ്, ഡാറ്റ പ്രോസസ്സിംഗ്. സോ ദി ഓപ്പറേഷൻസ് ബിക്കം ദി ഹെഡിങ് ഓഫ് ദി കോളംസ്. ഇതിനകത്ത് നിന്ന് പോകുന്ന ഡേറ്റ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് ഇൻഫർമേഷനാണ്. സെയിൽസ് സ്ലിപ്സ്. ഓക്കെ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡാറ്റ ഫ്ലോ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അടുത്ത ടൈപ്പാണ് process oriented. So we have two types. One is information oriented system flowchart and other is the process oriented system flowchart. Two types: information oriented system flowchart, process oriented system flowchart. ഇതാണ് ആക്ച്വലി വി ആർ കോളിംഗ് എ സിസ്റ്റം ഫ്ലോചാർട്ട്. അതായത് ലോജിക്ക് കാണിക്കുന്നതാണ്. They show processing operations which convert input to output. ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പ്രോസസ്സിംഗ് എന്താണെന്ന് കാണിക്കും. Highest level or least detailed flowchart is called high level system flowchart. അപ്പോൾ അധികം ഡാറ്റ കാണിക്കും. നമ്മൾ DFD പറഞ്ഞ പോലെ അധികം ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ലെവലാണ് ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ലീസ്റ്റ് ഡീറ്റെയിൽഡ് ഫ്ലോചാർട്ട്. Lower levels are called intermediate level and detailed levels. Detailed flowcharts can be represented using only basic flowchart symbols. അതായത് പ്രോസസ്സ്, ഡിസിഷൻ അങ്ങനെയുള്ള ബേസിക് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡീറ്റെയിലിനകത്ത് ഉണ്ടാവും. മറ്റേ ഹൈ ലെവലിനകത്ത് ദേ ക്യാൻ യൂസ് സിമ്പിൾസ് ആസ് കൊളേറ്റ്, മെർജ് അല്ലെങ്കിൽ സോർട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ പ്രോസസ് ഓറിയൻറ്റഡ് ഫ്ലോചാർട്ടാണ് ശരിക്കും വി കോൾ ആസ് ഫ്ലോചാർട്ട്. മറ്റേത് സിമിലർ ടു DFD ആണ്. അതായത് ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം ഫ്ലോചാർട്ട് ഈസ് സിമിലർ ടു DFD. ഇതൊരു എക്സാമ്പിൾ ഡയഗ്രമാണ്. ഇത് ഡീറ്റെയിൽഡ് അല്ല, ബേസിക്കും അല്ല. സോ വി ക്യാൻ കോൾ ദിസ് as intermediate level. Now we have two types of structure charts. They are design tools for describing a system according to its functions, system modules. അപ്പോൾ ഓരോ മോഡ്യൂളിൻ്റെ ഫങ്ഷൻ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ചാർട്ടാണ് സ്ട്രക്ചർ ചാർട്ട്സ് എന്നുള്ളത്. ഡിസൈൻ ടൂൾസ് ഫോർ ഡിസ്ക്രൈബിങ് എ സിസ്റ്റം അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫങ്ഷൻസ്. അത് ടു ടൈപ്സ് ഉണ്ട്. വൺ ഈസ് ഹിപ്പോ ആൻഡ് അതർ ഈസ് വെർനിയർ ഓർ ഡയഗ്രാംസ്. അപ്പോൾ ഹിപ്പോ ചാർട്ട് ആൻഡ് വെർനിയർ ഓർ ഡയഗ്രാം. Hippo stands for hierarchy plus input processing output charts. Input processing output chart shows the hierarchy also. Two components are hierarchy, system functions, sub functions, etc. Input processing and output detailed level chart listing the inputs.
processing steps and outputs of each functional module. Missing. So hierarchy plus input processing output charts. Two components under hierarchy. It shows the hierarchy and it shows the input output levels also. For all modules carrying detailed chart and Hippo chart. So we are not studying in or we are not dealing with detailed diagram. This is customer billing system. Input transactions, update master file, generate outputs. This is input module, this is processing module, this is output module. All module block diagram board explain this is hierarchy level customer billing system and in that we have 3 different modules, that is input transaction, update master file and generate outputs. അപ്പോൾ അങ്ങനെയുള്ള 3 മോഡ്യൂൾസ് ആക്കി മാറ്റി അതിനകത്ത് താഴെ വീണ്ടും ഹയറാർക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡയഗ്രമാണ് ഹിപ്പോ എന്നുള്ളത്. ഓക്കെ, ഇൻപുട്ടിനകത്ത് ഈ കാര്യങ്ങൾ നേരെ പ്രോസസ്സിൽ പോകുന്നു, പ്രോസസ്സിനകത്ത് നിന്ന് ഈ കാര്യങ്ങൾ ഔട്ട്പുട്ടിൽ പോകുന്നു. വെർനിയർ ഓർ ഡയഗ്രം എന്നുള്ളത് എന്താണ്? ഇത് ലെഫ്റ്റ് ടു റൈറ്റിന് പകരം ഇഫ് യു ആർ ഡ്രോയിങ് ഇറ്റ് ഫ്രോം top to bottom we call it as Vernier or diagram. അപ്പോൾ അതിനകത്തൊരു ഡിഫറെൻറ്റ് സിൻടാക്സിലാണ് യൂസ് ചെയ്യുന്നത്. യൂസസ് ബ്രാക്കറ്റ്സ് ടു ഗ്രൂപ്പ് സബ് ഫങ്ഷൻസ് ആൻഡ് റിലേറ്റ് ദം ടു ദർ ഹയർ ലെവൽ ഫങ്ഷൻ. ഇതുപോലെ കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്, അതിനകത്ത് ഇൻപുട്ട് ട്രാൻസാക്ഷൻസ്, അപ്ഡേറ്റ് മാസ്റ്റർ ഫയൽ, അതായത് നമ്മൾ ടോപ്പ് ടു ബോട്ടം വരച്ചിൽ വി ആർ ഡ്രോയിങ് ഇറ്റ് ഇൻ ദി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. So this type of drawing is called Vernier or diagram. So we have covered all these charting techniques, DFDs and system flow charts. System flow chart ne kurichittu കാര്യമായിട്ടും പറയാനില്ല. എന്തൊക്കെയുള്ളത് സിസ്റ്റം ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ്. ഫ്ലോ ചാർട്ട് ഷോസ് ദി ഫ്ലോ ഓഫ് ലോജിക് എന്നാണ് ആദ്യം പറഞ്ഞത്, ഫ്ലോ ഓഫ് ലോജിക്. പക്ഷെ അതിനകത്ത് തന്നെ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഫ്ലോ ചാർട്ടുണ്ട്, ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് ഫ്ലോ സിസ്റ്റം ഫ്ലോ ചാർട്ട് ഉണ്ട്, അതുപോലെ പ്രോസസ് ഓറിയൻറ്റഡ് സിസ്റ്റം ഫ്ലോ ചാർട്ട് ഉണ്ട്. ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് ഫ്ലോ ചാർട്ട് ആണെങ്കിൽ ഇറ്റ് ഷോസ് ദി ഫ്ലോ ഓഫ് ഡേറ്റ ഓൾസോ. പ്രോസസ് ഓറിയൻറ്റഡ് ഫ്ലോ ചാർട്ട് ആണെങ്കിൽ ഇറ്റ് ഷോസ് ദി പ്രോഗ്രാം ലോജിക്. ഓക്കെ, പിന്നെ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞതാണ് ഹിപ്പോ ചാർട്ട് ആൻഡ് വെർനിയർ ഓർ ഡയഗ്രാം. ഹിപ്പോ ചാർട്ട് ആണെങ്കിൽ മൊഡ്യൂൾ വൈസ് വരയ്ക്കുന്ന മൊഡ്യൂൾ വൈസ് ഫങ്ഷൻസ് കാണിക്കുന്ന ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം കാണിക്കുന്നതാണ് ഹിപ്പോ ചാർട്ട്, ഹൈറാർക്കി ആൻഡ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. അതുതന്നെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വരയ്ക്കുന്നതാണ് വി കോൾ ഇറ്റ് ആസ് ദി വെർനിയർ ഓർ ഡയഗ്രാം. ഓക്കെ, സോ വി ഹാവ് കവേർഡ് ദി ടൂൾസ് ഫോർ സ്ട്രക്ചേർഡ് ചാർട്ട്. So in this module we had 2 headings. One is basic tools for SAT, which contains graphs, etc. And the second contains this structured SAT. Okay, first one contains the basic tools, contains that unique code, something like that, different coding schemes, etc. Okay.